ഇന്ന് വൈകിട്ട് നമ്മളെല്ലാവരും കൂടി കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ഒരു 10 മണിയോളം ആയി കേട്ടോ. ആ സമയത്താണ് പെട്ടെന്നൊരു കുക്കിങ്ങിൻ്റെ ഇത് വന്നത്. എന്ത് കഴിക്കാൻ ഉണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇതും ആലോചിച്ചത്. അപ്പോഴത്തേക്കും പുട്ട് അവിക്കാം. അപ്പത്തിന് മാവുണ്ടായിരുന്നു, പക്ഷേ ആർക്കും അപ്പം വേണ്ട. അങ്ങനെ പുട്ട് അവിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ദേ പെട്ടെന്ന് തന്നെ പൊട്ടറ്റോയൊക്കെ തൊലിച്ചു കൊടുത്തു. ഞാൻ ചുരണ്ടി ഇത്തിരി പൂരയാക്കിയിട്ട് ബാക്കി ഉമ്മച്ചിക്ക് കൊടുത്തു. അപ്പോഴേക്കും കാക്കച്ചി എന്ത് ചെയ്തു, സവാളയൊക്കെ തൊലിച്ചരിഞ്ഞു, പൊട്ടറ്റോയും കാര്യങ്ങളും അരിഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ താത്ത പുട്ടിന് മാവും കാര്യങ്ങളൊക്കെ കുഴച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ തേങ്ങയൊക്കെ തിരുവി കൊടുത്തു. എന്തിനാ പുട്ടിന് പീരി ഇടണ്ടേ, അതിന് വേണ്ടി തേങ്ങയും കാര്യങ്ങളും തിരുവി കൊടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ തിരികിയിട്ട് തീരെ വീഴുന്നുണ്ടായില്ല. ഭയങ്കര ഒരു ഹാർഡായിട്ടിരിക്കുന്നുണ്ടേ, അപ്പോൾ ഫ്രീസായിരിക്കുന്ന പോലെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, തേങ്ങയൊക്കെ തിരുവി. അപ്പോൾ ചേട്ടനൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊക്കെ വിചാരിക്കും, ഓഫ് ആണുങ്ങളൊക്കെ ഇങ്ങനെ കുക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ, ഭാവിയിൽ നല്ല കാര്യമാണ്. എല്ലാവരും കുക്കിങ്ങൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ കാക്കജി ഗൾഫിലൊക്കെ പോയി ഒറ്റയ്ക്ക് നിന്ന സമയത്താണ് ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചത്. നാക്ക് ചെറുതായിട്ട് ഉളുക്കിപ്പോയി. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിണ്ടി കിണ്ടി നിൽക്കുകയായിരുന്നു. ഈ ഉരുളക്കിഴങ്ങും എല്ലാ സാധനമൊക്കെ എണ്ണയിലിട്ട് കടുകൊക്കെ ഇട്ട് വരട്ടി അങ്ങനെയുള്ള സെറ്റപ്പിൽ നിൽക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ പൊട്ടറ്റോയും കാര്യങ്ങളെല്ലാം ഇത് നല്ല വരണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് പൊട്ടറ്റോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു, കറിവേപ്പില ഇട്ടു, എല്ലാം ഇട്ടപ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ടായി. ആ സമയം കൊണ്ട് താത്ത എന്ത് ചെയ്തു, പുട്ടടുപ്പത്താക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടുകുറ്റിയിൽ വാരി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പുട്ടുകുറ്റിയിൽ അതും നിറച്ച് കുറച്ച് തേങ്ങയും വാരി മണ്ടയിൽ വെച്ച് അതിനെ അടുപ്പത്തോട്ടാക്കി. അപ്പോഴത്തേക്കും അതും ആവി വന്ന് വേവുമല്ലോ. പിന്നെ കറിയും റെഡിയായി, പുട്ടും റെഡിയായി. പിന്നെ കൂട്ടത്തിൽ കഴിക്കാൻ എന്ത് വേണം, കട്ടൻ ചായ വേണം. അങ്ങനെ കട്ടൻ ചായ കൂടെ അടുപ്പത്ത് വെക്കണമായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് അതുകൂടെ റെഡിയാക്കി കേട്ടോ. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയല്ലോ. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ.